ലോകത്ത് മനുഷ്യൻ മൂല്യമായ ഏറ്റവും നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഓടിപ്പായാണ് എപ്പോഴും ഏത് സമയത്തും മനുഷ്യനാണ്. എനിക്ക് ഏറ്റവും നല്ലത് വേണം, എനിക്ക് ഏറ്റവും നല്ല ലൈഫ് വേണം, എനിക്ക് ഏറ്റവും നല്ല ഭക്ഷണം വേണം, ഏറ്റവും നല്ല വാഹനം വേണം, ഏറ്റവും നല്ല വസ്ത്രം വേണം. ഇതിനൊക്കെ വേണ്ടി മനുഷ്യൻ ഇങ്ങനെ ഓടിപ്പാഞ്ഞുകൊണ്ടിരിക്കുക. മനുഷ്യന്റെ ഓട്ടപ്പാച്ചിൽ അതിനു വേണ്ടിയിട്ടാണ് ഭൂമിയിൽ. ഈ ഓടുന്നതിന്റെ ഇടയ്ക്ക് മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. ഏറ്റവും അമൂല്യമായ സമ്പത്ത്, ഏറ്റവും അമൂല്യമായ നിധി മറന്നുപോകും. എന്നിട്ട് ഇതെല്ലാം നേടാനുള്ള ഓട്ടത്തിനിടയിൽ ഈ ആഗ്രഹിച്ചത് മുഴുവൻ ഒരിക്കലും ഒരാൾക്ക് നേടാൻ പറ്റൂല. അയാള് എത്ര വലിയ പുള്ളിയാണെങ്കിലും, എത്ര വലിയ കോടീശ്വരനാണെങ്കിലും അയാള് സ്വബോധത്തോടു കൂടിയാണ് മരിക്കുന്നതെങ്കിൽ അയാളുടെ കുറെ പ്ലാൻ ബാക്കി വെച്ചിട്ടായിരിക്കും അയാൾ മരിച്ചു പോണത്. കുറെ പ്ലാൻ ബാക്കി വെച്ചിട്ടായിരിക്കും അയാൾ മരിച്ചു പോവുക. എപ്പോഴും അയാൾ അമൂല്യമായ കാര്യം നേടാതെയായിരിക്കും പലരും പോണത്. ഈ മനുഷ്യന്റെ ലോകത്തിലെ ഏറ്റവും ഏറ്റവും അമൂല്യമായ കാര്യമാണ് നമ്മൾ ഈ മിറാക്കിൾ മോർണിംഗ് ട്രാവലിൽ നേടിക്കൊണ്ടിരിക്കുന്നത്. അത് കോടിക്കണക്കിന് രൂപ കൊടുത്താൽ കിട്ടൂല. കോടികൾ നിങ്ങളുടെ അടുത്ത് കൊടുക്കാൻ എനിക്കിത് താട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം കിട്ടൂല. ഇത് ഇങ്ങനെ തന്നെ കിട്ടണം. എനിക്ക് പൈസ കൊടുത്ത് ഇത് വാങ്ങാൻ കഴിയില്ല. പൈസ കൊടുത്തിട്ട് വാങ്ങുന്ന സാധനം അല്ല ഇത്. ഇതിന്റെ ഒരു ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, മനുഷ്യൻ അവന് വേണ്ട നിധി അവന്റെ ഹൃദയത്തിന്റെ കോന്തലക്കൽ കെട്ടിയിട്ടിരിക്കുകയാണ്. അത് തുറന്നു പോലും നോക്കാതെ ദരിദ്രനായി മനുഷ്യൻ മരിച്ചു പോവാണ്. നമ്മൾ ഈ ചെയ്യുന്ന പ്രോസസ്സിലൂടെ, നമ്മുടെ ഈ പ്രോസസ്സിലൂടെ, നമ്മൾ ഡെയിലി ചെയ്യുന്ന ഈ പ്രോസസ്സിലൂടെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചക്രാസ് എന്ന് കേട്ടിട്ടുള്ള എത്ര പേരുണ്ട്? റൂട്ട് ചക്ര മുതൽ ക്രൗൺ ചക്ര വരെ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവൂലേ? അറബിയിൽ അതിന് പറയുന്ന ലത്തായിഫുകൾ എന്നാണ്. ലത്തായിഫ് അന, ലത്തായിഫ് സിത്ത, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അറബിയിലുണ്ട് സെയിം ചക്ര തന്നെ, സെയിം ഉണ്ട്. ഇതില് ഈ റൂട്ട് ചക്ര മുതൽ ക്രൗൺ ചക്ര വരെ ഓട്ടോമാറ്റിക് ആയിട്ട് ആക്ടിവേറ്റ് ആവും. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പ്രത്യേക ഇതൊന്നും ചെയ്യണ്ട. ഇത് ഏറ്റവും അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അറബിയിൽ പറയുന്ന ലത്തായിഫ് ചക്രാസ് അത് തന്നെ. 7 ചക്രകളും ഓട്ടോമാറ്റിക് ആയിട്ട് ആക്ടിവേറ്റ് ആവും. ഓട്ടോമാറ്റിക് ആയിട്ട്. ലത്തായിഫുകൾ സെയിം 6 ലത്തായിഫ് പറഞ്ഞ്, ഒരെണ്ണോടെ എന്റെ 7 എന്നുള്ള അഭിപ്രായമുണ്ട്. 7 ചക്ര പോലെ തന്നെയാണ് അതിന്റെയും രൂപം. അത് തന്നെ സെയിം ഒരു കോമ്പിനേഷനിൽ വരുന്ന സാധനമാണ്. അത് ഓട്ടോമാറ്റിക് ആയിട്ട് ആക്ടിവേറ്റ് ആവും. അറബിയില് ലത്തായിഫ് അന എന്ന് പറയുന്നത് ചക്രയിലെ അജ്ന, സംസ്കൃതത്തിൽ അജ്ന, രണ്ടും ഏകദേശം ഒരേ ഇതാണ് പറയുന്നത്. അത് തേടൈ ചക്രയ്ക്ക് പറയുന്ന പേരാണ് അജ്ന എന്നുള്ളത്. അജ്ന സംസ്കൃതത്തിൽ. അറബിയിൽ അതിന് അന, ജാന, അത്രേ ഉള്ളൂ. AJNA, മറ്റത് ANA. ഉച്ചാരണത്തിൽ ഏകദേശം ഒരുപോലെ തന്നെയാണ് ഇതൊക്കെ. ഇതെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് ആക്ടിവേറ്റ് ആവും. ഇത് അത്ര അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ്. ഇത് എന്റെ ഗുരുനാഥന്മാരിൽ നിന്നും ഞാൻ സ്വയം പഠിച്ചതിൽ നിന്നും ഒക്കെ ഉണ്ടാക്കിയെടുത്ത ഒരു സാധനമാണ്. 100% ഇറ്റ് വിൽ വർക്ക്. 100%. ഇതിൽ ഒരു 1% പോലും സംശയമില്ല. വർക്ക് ആകാത്ത ഒരേ ഒരു കാരണം ഉണ്ടാവുള്ളൂ. വർക്ക് ആകാത്തതിന് ഒരേ ഒരു കാരണം ഉണ്ടാവും. യു ആർ നോട്ട് ലീവിങ് യുവർ ബാഗേജസ്.
നിങ്ങള് നിങ്ങളുടെ പുറത്ത് തൂങ്ങിയിട്ടുള്ള ബാഗ് ഊരിക്കളയാൻ തയ്യാറാവുന്നില്ല, ഊരി മാറ്റാൻ തയ്യാറാവുന്നില്ല. നിങ്ങളുടെ ചെരുപ്പ് അഴിച്ചു വെക്കാൻ നിങ്ങൾ തയ്യാറാകുന്നില്ല. അത്രേ കാരണമുള്ളൂ. ഇത് ബോധപൂർവം ചെയ്യണല്ല നിങ്ങള്. ബോധപൂർവം ചെയ്യണയല്ല. ഇതൊക്കെ ഹോൾഡ് ചെയ്താലാണ് ഞാൻ മനുഷ്യനാകുള്ളൂ എന്നുള്ള ഒരു 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 ധാരണ മനുഷ്യന്റെ സബ് കോൺഷ്യസ് മൈൻഡിനുള്ളിൽ അത്രയ്ക്ക് ഉറച്ചു പോയിട്ടുണ്ട്. അപ്പൊ അത് മാറ്റണമെന്നുണ്ടെങ്കിൽ തുടർച്ചയായി ഇങ്ങനെ ഇങ്ങനെ പങ്കെടുക്കുക എന്നുള്ളതാണ് ഇത്. തുടർച്ചയായി. ഈ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ഡിവൈനിറ്റി എന്ന് പറയുന്നത് ഏതെങ്കിലും ഗ്രന്ഥങ്ങളിൽ കെട്ടിയിടാൻ പറ്റൂല. ഏതെങ്കിലും ഗ്രന്ഥങ്ങൾ ഇപ്പം മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് പരിശുദ്ധ ഖുർആൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് നേരിട്ട് വന്നതെന്ന് തന്നെയാണ്. പക്ഷെ ആ പരിശുദ്ധ ഖുർആനിൽ മാത്രം ഒതുങ്ങുന്നതാണോ അള്ളാഹു അല്ലെങ്കിൽ ദൈവം? ഭഗവത്ഗീതയിൽ മാത്രം ഒതുങ്ങുന്നതാണോ? ബൈബിളിൽ മാത്രം ഒതുങ്ങുന്നതാണോ? ആ ഒരു ഗ്രന്ഥത്തിനുള്ളിൽ മാത്രം ഒതുങ്ങുന്നതാണോ? ഗ്രന്ഥം അങ്ങനെ കിട്ടിയതാണ്, ഒരു പവിത്രമായ ഗ്രന്ഥമാണ് എന്ന് നമുക്ക് പറയാം. പക്ഷെ ആ ഗ്രന്ഥത്തിൽ ഈ സൃഷ്ടാവ് അല്ലെങ്കിൽ ഈശ്വരൻ ദൈവം അള്ളാഹു ഒതുങ്ങും, ആ ഒരു ഗ്രന്ഥമുള്ളൂ, അതിൽ മാത്രം ഒതുങ്ങുന്നതാണ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? അതിനെല്ലാം അപ്പുറത്ത്, ഈ പ്രപഞ്ചത്തിനും അപ്പുറത്ത്, നമ്മൾക്കെല്ലാം അപ്പുറത്തല്ലേ അത്? അതിലേക്ക് കണക്ട് ചെയ്യുന്ന മനുഷ്യന്റെ ആത്മാവ് എന്ന് പറയുമ്പോൾ എത്ര പവർഫുൾ ആയിരിക്കും. അതാണ് യഥാർത്ഥ മൈൻഡ് പവർ, മൈൻഡ് അവേക്കനിങ്, സോൾ അവേക്കനിങ്, സ്പിരിറ്റ് അവേക്കനിങ്. എന്ത് പേര് നിങ്ങൾക്കിട്ട് വിളിക്കാം. പേരൊക്കെ, പേരിനൊന്നും ഇവിടെ പ്രസക്തിയില്ല. നമ്മൾ ചെയ്യുന്ന കാര്യത്തിനാണ് പ്രസക്തി. നമ്മൾ അനുഭവിക്കുന്ന ഫീലിങ്ങിനാണ് പ്രസക്തി. ഓരോ വ്യത്യസ്ത ചക്ര. നമ്മളിതെല്ലാം ഇതെല്ലാം എനിക്ക് ഒന്ന് ശരിയാക്കണം. ഞാൻ അതിനു വേണ്ടിയിട്ട് 1 കോടി രൂപ തരാം, അല്ലെങ്കിൽ 2 കോടി രൂപ തരാം, 3 കോടി രൂപ തരാം എന്ന് പറയുന്ന കോടീശ്വരന്മാരുണ്ട്. അവർക്ക് ഇത് ആക്ടിവേറ്റ് ആവൂല. കാരണം കാരണം അവര് പൈസ കൊടുത്തിട്ട് കാര്യമില്ല. ഇത് വിശ്വസിക്കണം. ഞാനൊരു സോളാണ്. എനിക്ക് ഈ പറയുന്ന സംഭവങ്ങളെല്ലാം എന്റെ ജീവിതത്തിൽ വരുന്നതെല്ലാം എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അതെല്ലാം പറ്റുമെന്ന് ഉറപ്പിച്ചാണ് ഞാൻ ഈ ഭൂമിയിൽ വന്നിട്ടുള്ളത്. അതെല്ലാം പറ്റുമെന്ന് ഉറപ്പിച്ചാണ് ഞാൻ ഈ ഭൂമിയിൽ വന്നിട്ടുള്ളത്. ഇതെല്ലാം പറഞ്ഞു സമ്മതിച്ചു വന്നവരാ നമ്മള്. ഇത് തിരിച്ചുപോയി ഗരുഡ പുരാണത്തിലും ഭഗവത്ഗീതയിലും ഒക്കെ പറയുന്നുണ്ട്. എന്താണെന്നറിയോ? ഇവിടുന്ന് നമ്മുടെ ബോഡിയിൽ നിന്നും ആത്മാവ് വേറിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു എറ്റേണൽ സ്റ്റേജിലേക്ക് വരുമെന്നാ പറഞ്ഞത്. അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നതിന് മുമ്പുള്ള ഒരു ഒരു സ്റ്റേജ് ഉണ്ട്. ആ സ്റ്റേജില് നമ്മൾ വിശകലനം ചെയ്യുമെന്നാണ് പറഞ്ഞത്. നമ്മുടെ ലൈഫിനെ കുറിച്ച്, ചെയ്തു പോയ തെറ്റുകളെ കുറിച്ച്, ചെയ്തു പോയ ശരികളെ കുറിച്ച് ഒക്കെ ഒന്ന് വിശകലനം ചെയ്തിട്ടായിരിക്കും നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോണേന്ന് പറഞ്ഞു. അതിന് മോക്ഷം, മുക്തി, സ്വർഗം നേടുക, ഓരോ ധർമ്മങ്ങളിലും വ്യത്യസ്ത രീതികളിലാണ് ഇതിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. സോ നമ്മൾ ഇവിടെ ഇവിടെ ഭൂമിയിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഭൂമിയിൽ മനുഷ്യൻ സമാധാനപരമായും സന്തോഷപരമായും ജീവിക്കുക, മറ്റുള്ളവർക്ക് അത് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ്. അത് അത്രയും കാര്യം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ജീവിതത്തിന്റെ പകുതി വിജയിച്ചു. ബാക്കി പകുതിയാണ് പിന്നെ നമ്മുടെ ഈ സൃഷ്ടാവുമായുള്ള ബന്ധവും ഈശ്വരനും ഒക്കെ പറയുന്നത്. ഇപ്പൊ ചില ആളുകൾക്ക് ഈ ഇത്തരം കാര്യങ്ങള് ഓട്ടോമാറ്റിക്കലി ആക്ടിവേറ്റ് ആവും. ഓട്ടോമാറ്റിക് അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലെവലിലായിരിക്കില്ല അവർക്ക് ആക്ടിവേറ്റ് ആവുന്നത്. വേറെ രീതിയിലായിരിക്കും. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർ ഭയങ്കര ദാനധർമ്മങ്ങൾ കൊടുക്കുന്ന ആളുകളായിരിക്കും. ഭയങ്കര ദാനധർമ്മങ്ങൾ. ഒരു രക്ഷയില്ലാതെ അവർക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ ദാനധർമ്മങ്ങൾ കൊടുക്കുന്ന ആളുകളുണ്ട്. അതെല്ലാരെയും കാണിച്ച് ഈ യൂട്യൂബിലും ഇൻസ്റ്റയിലും റീൽ ഇടാൻ വേണ്ടി കൊടുക്കുന്ന ആളുകളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അല്ലാതെ കൊടുക്കുന്ന ആളുകളെ. അവർക്ക് അവർക്ക് ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഈ ഒരു മൈൻഡ് സെറ്റ് ആക്കി. പക്ഷെ അവർക്കും
ഈ ഒരു ആസ്വാദനം കിട്ടൂല. ഏത്? നമ്മളിപ്പോൾ ഈ ടേസ്റ്റ് ചെയ്യുന്ന സോളിന്റെ ഒരു മധുരമുണ്ട്. സോളിന്റെ മധുരം. സോളിനെ കണ്ടെത്തുമ്പോൾ, തൊടുമ്പോൾ, അതിനെ അനുഭവിക്കുമ്പോൾ, ഫീൽ ചെയ്യുമ്പോൾ അതാണ് ഇതിനെ പലരും ചോദിക്കാറുണ്ട്. എന്താണ് സാർ ഈ ഇതിനകത്തായിട്ട് ഒരു ആകർഷണീയത? അതാണ് ആകർഷണീയത. സ്വന്തത്തിലായിട്ടുള്ള ആകർഷണീയതയാണ്. അല്ല വേറെ ആരിലായിട്ടുള്ള സ്വന്തത്തിലായിട്ടുള്ള ആകർഷണീയത. ഞാൻ തന്നെ എന്നിലേക്ക് പോകുന്ന, എന്നെ തൊട്ടറിയുന്ന, എന്നെ അറിയുന്ന അതിനൊരു പ്രത്യേക ആകർഷണീയതയാണ്. ഇറ്റ്സ് ആൻ അഡിക്ഷൻ. പക്ഷെ അത് സുന്ദരം ഓരോ ദിവസവും ഇപ്പൊ അഹമ്മദ് സാർ ഇന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞില്ലേ, ഓരോ ദിവസവും വ്യത്യസ്തങ്ങളായ പുലരികൾ, ഓരോ ദിവസവും വ്യത്യസ്തങ്ങളായ ഫീലിങ്ങുകൾ, ഓരോ ദിവസവും മുന്നോട്ട് വളരെ ഊർജത്തോടും ശക്തിയോടും കൂടി നമ്മളെ നയിച്ചുകൊണ്ട് പോകുന്നു. എന്ത് പ്രതിസന്ധി വന്നാലും, എന്തെല്ലാം പ്രതിസന്ധി വന്നാലും 100-ലധികം മനുഷ്യർ എല്ലാ ദിവസവും ഈ ഭൂമിയിൽ ആവേശത്തോടും സജീവതയോടു കൂടിയും ഓരോ ദിവസവും വ്യത്യസ്തമായ രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടും ജീവിക്കുന്നു. ഇതൊരു ആർട്ടാണ്, ആർട്ട്. ഇതൊരു കലയാണ്. അതുകൊണ്ടാണ് സൂഫികൾ പാട്ട് പാടിയത്, ദഫ് മുട്ടിയത്, സന്യാസി വര്യന്മാർ പാട്ട് പാടിയത്, മീര ബായിയെ പോലെയുള്ള ആളുകൾ, കബീർ ദാസിനെ പോലെയുള്ള ആളുകൾ പലരും പാട്ടൊക്കെ പാടിയതും ഇതൊക്കെ ചെയ്തതും എന്തിനു വേണ്ടിയിട്ടാണ്? അവർ ആ ഋതത്തിൽ, ഇതൊരു കലയാണ്. ഇറ്റ്സ് ആൻ ആർട്ട്. ഈശ്വരൻ സൃഷ്ടാവ് നമുക്ക് തന്നിട്ടുള്ള ഒരു കല. നമ്മള് പലരും കലയെ സ്നേഹിക്കുന്നവരാണ്. ചിലർ ചിത്രം വരയ്ക്കുന്നത് സ്നേഹിക്കും, ചിലർ ആർട്ടിസ്റ്റുകളാണ്, ചിലർ പാട്ട് പാടുന്നത് ഇഷ്ടപ്പെടുന്നു, പാട്ട് കേൾക്കുന്നത് ഇഷ്ടപ്പെടുന്നു, നല്ല രചനകൾ കാണാൻ വേണ്ടി ഇഷ്ടപ്പെടുന്നു, നല്ല നോവലുകൾ ഇഷ്ടപ്പെടുന്നു. ഇതും ഒരു കലയാണ്. ഇത് ശൂന്യമാകുന്നതിന്റെ കലയാണ്. മുഹമ്മദ് സാർ പറഞ്ഞില്ലേ, നിങ്ങൾ ഒരു പാത്രം വെള്ളം ഒഴിച്ചു വെച്ചേക്കുവാണ് നിങ്ങളുടെ പാനപാത്രത്തിൽ. ഇതിനേക്കാൾ സുന്ദരമായ നല്ല മധുരമുള്ള പ്യുവർ ആയിട്ടുള്ള തേൻ. ആ തേൻ കുടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം ഇതിനകത്തിട്ട് ഒഴിക്കണ്ടേ? വെള്ളത്തിൽ ഒഴിച്ചു കഴിഞ്ഞാൽ അത് തേനിന്റെ ടേസ്റ്റ് പോകൂലേ? അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? ആ പാനപാത്രം നിങ്ങളൊന്ന് കമത്തി കളയണം. അതിൽ വെറുതെ കുഞ്ഞായിരുന്നപ്പോൾ ഒരു 2.5-3 വയസ്സ് മുതൽ ഒഴിച്ചു വെച്ച കുറെ വെള്ളമുണ്ട്. ഒരു ഉപയോഗമില്ലാത്ത വെള്ളം. അതിന്റെ ഒപ്പം കുറെ വിഷമുണ്ട്. അത് ഡെയിലി കുടിച്ചോണ്ടിരിക്കും. നിങ്ങളുടെ മനസ്സാകുന്ന പാനപാത്രത്തിൽ ഒഴിച്ചു വച്ചിരിക്കുന്ന കുറെ വെള്ളവും വിഷവും ഒക്കെയാണ്. അതാണ് ഈ കൂടോത്രം, മന്ത്രവാദം, ഈ പറയുന്ന നെഗറ്റീവ് തോട്ട്സ്, ആങ്സൈറ്റി, സ്ട്രെസ്, ഡിപ്രഷൻ. ഇത് ഇന്നും ഇന്നലെയും വെച്ചൊന്നുമല്ല. നമ്മൾ വിചാരിക്കും ഇന്നലെ എന്തോ വിഷയം ഉണ്ടായിപ്പോ വെച്ചാന്ന്. ഇന്നലെ ഭാര്യയായിട്ടൊരു പ്രശ്നം ഉണ്ടായി, അന്നേരം ഉണ്ടായതാണിത്. അല്ലല്ലല്ല. ചെറുപ്പം മുതൽ നമ്മൾ നേരിട്ട വെല്ലുവിളികൾ, അബ്യൂസുകൾ, ചെറുപ്പം മുതൽ സഹിച്ച വേദനകൾ, വിഷമങ്ങൾ, ആരൊക്കെയോ ഉപദ്രവിച്ചത്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങള്, നമ്മൾ എന്തൊക്കെയോ തെറ്റ് ചെയ്തത്, ഇതെല്ലാം ചേർത്ത്, അതിനൊപ്പം കൂട്ടുകാർ പറഞ്ഞത്, സുഹൃത്തുക്കൾ പറഞ്ഞത്, മാതാപിതാക്കൾ പറഞ്ഞത്, ബന്ധുക്കൾ പറഞ്ഞത്, എല്ലാം ചേർത്ത് ഈ പാനപാത്രത്തിൽ ഒഴിച്ചു വെച്ചേക്കാണ്. എല്ലാം ചേർത്ത് ഒരു വിരോധാഭാസമാണ്. ഈ സാധനം കമത്തിക്കളയണം. അതാണ് ശൂന്യമാകുന്ന കല എന്ന് പറയുന്നത്. ശൂന്യമാകുന്ന കല. ഇന്നത്തെ ലൈഫ് തന്നെ, ഇന്നത്തെ ഒരു ലൈഫ്, ഈ ഒരു ആധുനിക കാലഘട്ടം തന്നെ എല്ലാം നിറയ്ക്കുന്ന ഒരു ഷെഡ്യൂളാണ്. എല്ലാം നിങ്ങൾക്ക് സമയം കൃത്യമായി ഇത് ചെയ്യുക, ഇന്ന സമയത്ത് കൃത്യമായിട്ട് പോവുക, ഷെഡ്യൂൾ ചെയ്യുക, പോക്കറ്റ് നിറയ്ക്കാൻ വേണ്ടി, പൈസ ഉണ്ടാക്കാൻ വേണ്ടി, നിറയ്ക്കാൻ വേണ്ടി നോക്കുക, ഉത്തരങ്ങൾ കൊണ്ട് മനസ്സ് നിറയ്ക്കാൻ വേണ്ടി ഇങ്ങനെ സെർച്ച് ചെയ്യുക, മോട്ടിവേഷൻ കേൾക്കുക, അത് കേൾക്കുക, ഇത് കേൾക്കുക, എന്നിട്ട് ഇങ്ങനെ നിറച്ചോണ്ടിരിക്കുക. അത് വീണ്ടും വീണ്ടും ഇതെല്ലാം കൂടി മിക്സ് ആകുക. ഇങ്ങനെ ഓരോന്നോരോന്നിട്ട് നിറച്ചുകൊണ്ടിരിക്കണം, ഓരോന്നോരോന്ന്. ഇപ്പൊ നമ്മൾ ഇങ്ങനെ വീണ്ടും വീണ്ടും തെരഞ്ഞുകൊണ്ടിരിക്കും. ഈ തെരച്ചിലും ഇതും ഒരു ഭാരമായി മാറുന്നു. ആ ഭാരമായി മാറാതിരിക്കണമെങ്കിൽ ഞാൻ പറയുന്നു, നിങ്ങൾ ശൂന്യമായി മാറും. ശൂന്യതയിലേക്ക് മാത്രമേ ഡിവൈനിറ്റിക്ക് കടന്നു വരാൻ കഴിയുള്ളൂ. ശൂന്യതയിലേക്ക് മാത്രമേ
ഡിവൈനിറ്റിക്ക് കടന്നു വരാൻ കഴിയുള്ളൂ. ദൈവ സാന്നിധ്യത്തിന് കടന്നു വരാൻ കഴിയും. നമ്മളെ ഏറ്റവും പവർഫുൾ ആക്കുന്ന, നമ്മുടെ മനസ്സിനെ ഏറ്റവും പവർഫുൾ ആക്കുന്ന, നമ്മുടെ മൈൻഡിന് ഏറ്റവും പവർ നൽകുന്ന, നമ്മുടെ സോളിന് ശക്തി നൽകുന്ന, നമ്മുടെ സ്പിരിറ്റിന് ശക്തി നൽകുന്ന ആ പവർ എന്ന് പറയുന്നത് ശൂന്യമാകുക എന്ന കലയാണ്. ഇത് പവിത്രമായ ഒരു സ്ഥലമാണ്. പവിത്രമായ സ്ഥലം. ലോകം മുഴുവൻ 99.999999% ആളുകളും ഈ ശൂന്യതയെ ഭയപ്പെടുകയാണ്. ഈ നിശബ്ദതയിൽ നിന്ന് ഓടിപ്പോവാണ്. നിങ്ങൾക്കറിയാവോ ഈ പ്രോഗ്രാമിൽ എത്ര പേര് കയറുന്നുണ്ടെന്ന്? നിങ്ങളൊരു 100 പേര്, ആവറേജ് ഒരു 100 പേര്, 100 ഒരു 105 പേര് മാത്രമാണ് റെഗുലർ ആയിട്ട് ഇതിനകത്ത് ഇരിക്കുന്നുള്ളൂ. ബാക്കിയുള്ളവർ വരുന്നു പോകുന്നു, വരുന്നു പോകുന്നു. നമുക്കതൊരു വിഷയമല്ല. കാരണം അവർക്ക് നിൽക്കാൻ കഴിയില്ല. അവർക്ക് മൈൻഡ് പവർ ഇല്ല. അവരെ അസ്തമിച്ച ആളുകളാണ്. അവർക്ക് നിൽക്കാൻ കഴിയില്ല. പേടിച്ചു പോകും. ഭയന്നിട്ട് ഓടിപ്പോവാണ്. നിശബ്ദതയെ ഭയന്നിട്ട്. അപ്പൊ 99.9 അതിലും അത് 0.1 പോലും ഇല്ല. 0.00001 ആളുകൾ മാത്രമാണ് നിശബ്ദതയിൽ അടിയുറച്ച് നിൽക്കാൻ കഴിയുള്ളൂ. നിശബ്ദതയിലാണ് യഥാർത്ഥ ശബ്ദം നിങ്ങളോട് സംസാരിക്കുന്നത്. യഥാർത്ഥ ശബ്ദം, ഈ പ്രപഞ്ചത്തിന്റെ നേച്ചറിന്റെ ശബ്ദം. നിശ്ചലതയിലാണ് നിങ്ങളുടെ യഥാർത്ഥ ഒഴുക്ക്. യഥാർത്ഥ ഒഴുക്ക്. ശൂന്യതയിലാണ് ദൈവ സാന്നിധ്യം നിങ്ങളുടെ ഹൃദയത്തിൽ വന്ന് നിറയുന്നു. സ്നേഹം നിങ്ങൾ ഒരിക്കലും അന്വേഷിച്ച് നടക്കരുത്. സ്നേഹം നിങ്ങൾ ഒരിക്കലും അന്വേഷിച്ച് നടക്കരുത്. എവിടെയാണ് എനിക്ക് സ്നേഹം കിട്ടുക, അവിടെയാണ് സ്നേഹം കിട്ടുക, എവിടെയാണ് സ്നേഹം കിട്ടുക. ഈ സ്നേഹത്തെ തടയുന്ന എല്ലാത്തിൽ നിന്നും നിങ്ങൾ ശൂന്യമാവുകയാണ് വേണ്ടത്. നിങ്ങൾ ശൂന്യമായി മാറുകയാണ് വേണ്ടത്. അപ്പോ ഓട്ടോമാറ്റിക്കലി തനിയെ സ്നേഹം നിങ്ങളെ കണ്ടെത്തും. സ്നേഹം നിങ്ങൾ അന്വേഷിക്കരുത്. അതിനെ തടയുന്ന എല്ലാ കാര്യങ്ങളും, അത് നിങ്ങളുടെ സംസാരമാവാം, പ്രവൃത്തിയാകാം, നിങ്ങളുടെ നോട്ടമാകാം, നിങ്ങളുടെ ഏതെങ്കിലും പ്രവൃത്തികളാകാം, നിങ്ങളുടെ ഒരു ഭാവമാകാം, എന്തുമാകാം. എന്നിട്ട് എനിക്ക് സ്നേഹം വേണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് എനിക്ക് സ്നേഹം വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹം ഇങ്ങോട്ട് വരാനുള്ള എല്ലാ വഴികളെയും നോട്ടം കൊണ്ടോ, ഭാവം കൊണ്ടോ, പ്രവൃത്തി കൊണ്ടോ, ഏതെങ്കിലും രീതിയിലുള്ള സംസാരം കൊണ്ടോ തടഞ്ഞുകൊണ്ടിരിക്കുമ്പോ നമ്മള്, അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾ കൊണ്ട് വരെ തടയാം. എന്നിട്ട് നമ്മൾ സ്നേഹത്തിന് വേണ്ടി കേഴുകയാണ്. സ്നേഹം കിട്ടണം, സ്നേഹം കിട്ടണം, സമാധാനം കിട്ടണം, സന്തോഷം കിട്ടണം. നിങ്ങൾ സ്നേഹം അന്വേഷിക്കരുത്, സമാധാനം അന്വേഷിക്കരുത്. അതിനെ തടയുന്ന എല്ലാത്തിൽ നിന്നും നിങ്ങൾ ശൂന്യമാകുക. സ്നേഹവും സമാധാനവും സന്തോഷവും തനിയെ നിങ്ങളെ കണ്ടെത്തും. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ശൂന്യമാകുന്നത്? ഞാൻ എപ്പോഴും പറഞ്ഞു, ഇത് വീണ്ടും വീണ്ടും നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങൾ ആ പൂർണ്ണതയിൽ എത്താൻ വേണ്ടി. എങ്ങനെയാണ് നിങ്ങൾ ശൂന്യരാകുന്നത്? നമ്മൾ ഒരിക്കലും ശൂന്യരാകുന്നത് ഒരു ബലപ്രയോഗത്തിലൂടെയല്ല. എന്റെ ചിന്തകൾ പോട്ടെ, ഇനി ചിന്തകൾ വരരുത്, ആ, അങ്ങനെ പറഞ്ഞിട്ടല്ല. അങ്ങനെ പറഞ്ഞാൽ പോവില്ല അത്. അത് ഞാൻ പറഞ്ഞില്ലേ, ഒരു ടെന്നീസ് ബോൾ കളിക്കും പോലെയാണത്. ടെന്നീസ് അടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അടിച്ച് അവിടുന്ന് നമ്മൾ എത്ര ശക്തിക്ക് അടിക്കുന്ന ഒരു ഭിത്തിയിലിട്ട് അതിനേക്കാൾ ശക്തിക്ക് അത് തിരിച്ച് റിട്ടേൺ വരുന്നത് പോലെ ചിന്ത വരും. നിങ്ങൾ അടിച്ചു കളയാൻ നോക്കി. അടിച്ചു കളയല്ല വേണ്ടത്. നമ്മൾ എല്ലാത്തിനെയും സമർപ്പിച്ചുകൊണ്ട്, നിങ്ങളുടെ പേര് വരെ, നിങ്ങളുടെ വേഷങ്ങൾ, നിങ്ങളുടെ ഭാവങ്ങൾ, നിങ്ങൾ ആടിയ ഈ ഭൂമിയിൽ ആടിയ ഓരോ വേഷങ്ങളും, മകൾ, അച്ഛൻ, ഭർത്താവ്, ഭാര്യ, ഡോക്ടർ, എഞ്ചിനീയർ, ശില്പി, സംഗീതജ്ഞൻ, പാട്ടുകാരൻ, തത്വജ്ഞാനി, ജ്ഞാനമറിയുന്നവൻ, അറിവുള്ളവൻ, ആത്മജ്ഞാനി, തെറ്റ് ചെയ്തവൻ, പശ്ചാത്തപിക്കപ്പെടേണ്ടവൻ, എല്ലാം എല്ലാ മുഖംമൂടികളാണ്. എല്ലാ മുഖംമൂടികൾ. എല്ലാത്തിനെയും, എല്ലാ വേഷങ്ങളെയും നിങ്ങൾ സമർപ്പിച്ചുകൊണ്ട് വേണം. എല്ലാ വേഷങ്ങളെയും ഒന്നും ഹോൾഡ് ചെയ്യരുത്. ഒന്നും, ഒരു തരി പോലും ഹോൾഡ് ചെയ്യരുത്. ഒരു തരി പോലും. ഞാൻ വിചാരിക്കുകയാണ് ഞാൻ ആത്മജ്ഞാനം നേടിയവനാണ് എന്ന് ഞാൻ വിചാരിച്ചാൽ
എന്റെ ആത്മജ്ഞാനം അവിടെ നിൽക്കും. പിന്നെ മുകളിലോട്ട് പോകും. നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന ഞാൻ വിചാരിച്ചാൽ പോലും അത് അവിടെ സ്റ്റോപ്പ് ആവും. ഇനി എത്ര വലിയ പുള്ളി ആയിക്കോട്ടെ, അയാൾ വിചാരിക്കുവാണ് ഞാൻ എന്തോ നേടി എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, അയാളുടെ മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ, ആ നേടിയെടുത്ത് നിന്നു. ഇപ്പൊ നമ്മള് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാണ്. നമുക്കറിയാതെ. പക്ഷെ നമ്മൾ ഒരിക്കലും അതിനെ ഹോൾഡ് ചെയ്യാൻ പാടില്ല. അത്തരം മുഖംമൂടികൾ നമ്മൾ വെക്കാൻ പാടില്ല. നമ്മളുടെ അഭിപ്രായങ്ങൾ, നമ്മുടെ ചിന്തകൾ, നമ്മൾ നേടിയ നമ്മൾ കഴിയ എല്ലാം 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 നമ്മൾ അവിടെ ഉപേക്ഷിച്ചാൽ, എല്ലാം നമ്മൾ ഉപേക്ഷിച്ചാൽ എല്ലാ സത്യവും വച്ചിരിക്കുന്ന ആ മാർഗം നമുക്ക് കണ്ടുമുട്ടാം. നിങ്ങളുടെ എല്ലാ ലേബലുകളും, എല്ലാ സത്വങ്ങളും, എല്ലാ സ്വത്തുക്കളും എല്ലാം, സമ്പത്തും മക്കളും ഭാര്യയും ഞാനും നീ എല്ലാവരും എല്ലാത്തിനെയും ശരത്കാലത്ത് ഒരു മരത്തിൽ നിന്നും പൊഴിഞ്ഞു വീഴുന്ന ഇലകൾ പോലെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ, ഇലകൾ ഇങ്ങനെ കൊഴിഞ്ഞു വീഴില്ലേ, അതുപോലെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ നല്ല തളിരിട്ട നല്ല പ്യുവർ ഇല തളിർത്ത് വാടിയും കൊഴിഞ്ഞതും കരിഞ്ഞതും ഒക്കെ ഉപേക്ഷിക്കണം. അതും ഇപ്പോഴും ഹോൾഡ് ചെയ്ത് വെച്ചോണ്ടിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയ ഒരു മരത്തിൽ നിറയെ ഉണങ്ങിയതും കരിഞ്ഞതുമായ ഇലകളൊന്നും വീഴുന്നില്ല, ആയിട്ട് വീണ് പോകുന്നില്ല. നിങ്ങൾ അത്തരം ഒരു മരത്തിനെ ചിന്തിച്ചു നോക്കിയേ. കേടായ പഴങ്ങൾ ഒക്കെ അതേ തന്നെ വിട്ട് തൂങ്ങിക്കിടക്കുകയാണ്. പുതിയ പഴങ്ങൾക്ക് വരാനും പറ്റണില്ല, ഇത് ഹോൾഡ് ചെയ്ത് വെച്ചേക്കണോണ്ട്. അങ്ങനത്തെ ഒരു മരം ഒന്ന് സങ്കല്പിച്ചു നോക്കി. അത് ഉപേക്ഷിക്കുന്നത് ഒരിക്കലും നിങ്ങൾക്ക് കുറവല്ല. ഒരു വെളിച്ചമായി മാറുകയാണ്. വെളിച്ചമായി മാറുക. യേശു 40 ദിവസം ഉപവസിച്ചു. ശൂന്യമാകാൻ വേണ്ടി. മനസ്സ് ശൂന്യമാകാൻ വേണ്ടി. മുഹമ്മദ് നബി ഹിറാ ഗുഹയിൽ പോയി പലവട്ടം ഇരുന്നു തനിയെ, ശൂന്യമാകാൻ വേണ്ടി. ശ്രീ ബുദ്ധൻ രാജകൊട്ടാരം ഉപേക്ഷിച്ചു, ബോധിവൃക്ഷത്തിന്റെ ചുവട്ടിൽ ഏകനായി ഇരുന്നു, ശൂന്യമാകാൻ വേണ്ടി. കാരണം അവര് ശൂന്യതയിൽ ഈ ലോകത്തേക്കാൾ വലിയ ഒന്നിനെ അവർ സ്പർശിച്ചു. ഈ ലോകത്തേക്കാൾ വലിയ ഒന്നിനെ സ്പർശിച്ചു. ഭൂമിയിലും സമാധാനം തരണേ, ആകാശത്തിലും സമാധാനം തരണേ, ഇവിടെ ഈ ജീവിതത്തിലും സമാധാനം തരണേ, മരിച്ചതിന് ശേഷവും സമാധാനം തരണേ എന്നാണ് മനുഷ്യന്റെ പ്രാർത്ഥന. എന്നാൽ ഈ ഭൂമിയിലുള്ള സ്വർഗരാജ്യം എന്ന് പറയുന്നത് പുറത്തല്ല. കർത്താവേ നിന്റെ രാജ്യം വരണേ എന്ന് പറയുന്ന ആ രാജ്യം പുറത്തല്ല. നിങ്ങൾക്ക് പുറത്തല്ല ആ രാജ്യം, ആ സ്വർഗരാജ്യം ഉള്ളത്, ഭൂമിയിലെ സ്വർഗം. റബീല് ഒരു പ്രാർത്ഥന, റബ്ബന അത്തിന ഫിദ്ദുനിയ ഹസനത്തം വഫിൽ ആഖിറതി ഹസനത്തം വഖിനാ അദാബന്നാർ. ഈ ഭൂമിയിലും നാളെ പരലോകത്തും നീ ഞങ്ങൾക്ക് ഇത് നൽകണേ എന്നാണ് ആ പ്രാർത്ഥന. ഹസനത്ത് നൽകണേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല നല്ല തെളിച്ചം, നല്ല നല്ല കാര്യങ്ങൾ, നല്ല സ്വർഗം പോലെ ഇവിടെയും അവിടെയും. എങ്ങനെയാണ് ഇത് കിട്ടുന്നത്? നിങ്ങളുടെ ചിന്തകൾക്കിടയിലുള്ള, നിങ്ങളുടെ ശ്വാസങ്ങൾക്കിടയിലുള്ള ഇടവേളയിൽ, നിങ്ങളുടെ വാക്കുകൾക്കിടയിലുള്ള നിശബ്ദതയിൽ ഒരൊറ്റ നിമിഷം എല്ലാരും കണ്ണടച്ചിട്ട് ശ്വാസം ഒന്ന് ദീർഘമായിട്ട് പതുക്കെ ഒന്ന് എടുത്ത് പതിയെ ഒന്ന് പുറത്തേട്ട് വിട്ടേ. ഒരു നിമിഷം നിങ്ങളുടെ പേര്, നിങ്ങളുടെ കഥ, നിങ്ങളുടെ വേഷങ്ങൾ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങൾ എന്തായി തീരണം, അതാകണം, ഇതാകണം, ഇതെല്ലാം ഒന്ന് വിട്ടിട്ട് ഒരു 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 നിമിഷം, ഒരു ശൂന്യമായ ഒരു നിമിഷം. യെസ്.
നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും ആ ശൂന്യത. ഒന്നുമില്ല, ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന ഞാൻ പെട്ടെന്ന് നിർത്തി. നമ്മൾ ആ ഇരുന്ന ഇരിപ്പില് നിങ്ങൾക്ക് ആ ശൂന്യത. ആ ശൂന്യതയാണ് ഏറ്റവും വിശാലമായത്, ഏറ്റവും വിശുദ്ധമായത്, ഏറ്റവും ദിവ്യമായത്. ഈ ശൂന്യതയിൽ അത്ഭുതങ്ങൾ ഒഴുകി വരും, മിറാക്കിൾസ്. അതാണ് ഈ പ്രോഗ്രാമിന് നമ്മൾ മിറാക്കിൾ മോർണിംഗ് ട്രാവൽ എന്ന് പറഞ്ഞത്. ഈ ശൂന്യതയിൽ അത്ഭുതങ്ങൾ ഒഴുകി വരും. നിങ്ങളുടെ വേദനകൾ തനിയെ ഉയർന്ന് കടന്നു പോകും. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ആശയക്കുഴപ്പവും ഉരുകിത്തീർന്ന് കൃത്യമായ ക്ലാരിറ്റി വരും. കൃത്യമായ ക്ലാരിറ്റി, വ്യക്തത. നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ ഏകാന്തനാണ്, ഞാൻ ഒറ്റപ്പെട്ടു പോവാണ് എന്ന ആ ശൂന്യമായ ബോധം അലിഞ്ഞു പോകും, അലിഞ്ഞു പോകും. ദിവ്യമായ ഒരു സാന്നിധ്യം നിങ്ങളെ ആശ്ലേഷിച്ചുകൊണ്ടിരിക്കും. പെർഫെക്റ്റ് ആയിരിക്കും. ലോകം എത്ര ഉച്ചത്തിലോ എത്ര ശബ്ദത്തിലോ ആയിക്കോട്ടെ, നിങ്ങൾ നിശബ്ദരാകുക, നിങ്ങളുടെ മനസ്സ് ശാന്തമാകുക, നിങ്ങൾ ശൂന്യത. ഒരു ചെവിക്കും കേൾക്കാൻ കഴിയാത്തത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഒരു പുസ്തകത്തിനും പഠിപ്പിക്കാൻ പറ്റാത്തത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒരു അഹങ്കാരത്തിനും സ്പർശിക്കാൻ പറ്റാത്ത ഒന്ന് നിങ്ങൾക്കായി തീരാൻ പറ്റും. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് ശ്രമിക്കുകയൊന്നും ചെയ്യരുത്. ഇനി ഞാൻ ഇങ്ങനെ ആവാൻ വേണ്ടിയിട്ട് കുറെ ശ്രമിക്കുക, എനിക്കിങ്ങനെ ഇപ്പൊ ആവണം, ഇപ്പൊ തന്നെ ശൂന്യത കിട്ടണം എന്ന് വിചാരിച്ചിട്ട് ശ്രമിക്കരുത് ഒരിക്കലും. അങ്ങനെ ഒന്നും ശ്രമിക്കരുത്, ഒന്നും ശ്രമിക്കരുത്. കംപ്ലീറ്റ്ലി ഫ്രീ ആയി മുഴുവൻ ഭാരം ഇല്ലാതെ ആവാൻ ശ്രമിക്കുക. എല്ലാം ഇല്ലാതാകുക, എല്ലാം ഇല്ലാതാകുക, എല്ലാം ശൂന്യമാക്കി വിടുക. അങ്ങനെ വിടുമ്പോൾ ദൈവം എങ്ങനെയാണ് കടന്നു വരുന്നത്? നിങ്ങളിലോട്ട് എങ്ങനെയാണ് കടന്നു വരുന്നത്? ഒരിക്കലും നിങ്ങൾ ശൂന്യമായിരുന്നില്ല. ഒരിക്കലും നിങ്ങൾ ശൂന്യമായിരുന്നില്ല. ഒരനന്തത, അനന്തമായ വെളിച്ചം, അനന്തമായ പ്രകാശം നിങ്ങളുടെ ഉള്ളിലൂടെ കടന്നു പോകുന്നുണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ കാലം മുമ്പ്, വളരെ കാലം മുമ്പ് നിശബ്ദതയിൽ പൊതിഞ്ഞ ഒരു പുണ്യഭൂമിയിൽ രണ്ട് അന്വേഷകർ ജീവിച്ചിരുന്നു. രണ്ട് അന്വേഷകർ. ജീവിതത്തിന്റെ പർപ്പസ് എന്താണ്? ലൈഫിന്റെ പർപ്പസ് എന്താണ്? ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് എന്ന് അന്വേഷിച്ചിരുന്ന രണ്ട് അന്വേഷകർ. ഒന്ന് ഒരു വലിയ പാറക്കല്ലായിരുന്നു. വലിയൊരു പാറക്കൽ. അതിശക്തമായ ഉറപ്പും കൂടത്തിനടിച്ചാൽ പൊട്ടാത്തത്ര ശക്തിയും ചലനരഹിതവും എന്തിനേയും ആവാഹിക്കാൻ കഴിവുള്ളതുമായിരുന്നു ഈ കല്ല്. തന്റെ കഴിഞ്ഞ കാലം മുഴുവൻ ജീവിതത്തെയും മാറ്റങ്ങളെയും ലാവയായി മാറിയതും ഉരുകിയതും വേദന സഹിച്ചതും കൂടത്തിനടിച്ചതും അടിച്ചു പൊട്ടിക്കാൻ ശ്രമിച്ചതും തന്റെ കല്ലുകൊണ്ട് മറ്റുള്ളവരുടെ കാലുകൾ മുറിഞ്ഞതും ഒക്കെ സ്റ്റോർ ചെയ്ത് സ്ട്രോങ് ആയി നിൽക്കുന്ന ഒരു കല്ല്. കൃത്യമായി കഥ മനസ്സിലായിക്കൊള്ളണേ. മറ്റൊന്നൊരു ഓടക്കുഴൽ. പൊള്ളയായ, ഒന്നും അകത്തില്ലാത്ത, പ്രകാശമുള്ളതും കാറ്റും ഒക്കെ കടന്നു പോകുന്നതുമായ ഒരു ഓടക്കുഴൽ. രണ്ടുപേർക്കും ഒരേ ആഗ്രഹമായിരുന്നു. എനിക്ക് ദൈവത്തെ അറിയണം. എന്താണ് ദൈവരഹസ്യം എന്നറിയണം. എന്താണ് എന്റെ ലൈഫ് പർപ്പസ് എന്നറിയണം. ഈ പാറക്കല്ല് വിചാരിച്ചിരുന്ന് കൂടുതൽ വളരുക, കൂടുതൽ ശക്തി നേടുക, കൂടുതൽ അറിവ് നേടുക, കൂടുതൽ നിയന്ത്രണം ഉണ്ടാകുക. ഇതൊക്കെയാണ് ഇതൊക്കെയാണ് ദൈവത്തെ അറിയാൻ വേണ്ടി വേണ്ടത് എന്നാണ് കല്ല് വിചാരിച്ചിരുന്നത്. അങ്ങനെ ആ കല്ല് എല്ലാ വിശുദ്ധ ഗ്രന്ഥങ്ങളും പഠിച്ചു. ദൈവത്തിന്റെ എല്ലാ നാമങ്ങളും ഉരുവിട്ടു. പർവ്വതങ്ങൾ പോലെ ഭാരമേറിയ പ്രാർത്ഥനകൾ ആ കല്ല് വഹിച്ചു. പർവ്വതങ്ങൾ പോലെ ഭാരമേറിയ പ്രാർത്ഥനകൾ ആ കല്ല് ചുമലിൽ വഹിച്ചു. മറുവശത്ത് ഓടക്കുഴൽ ശൂന്യമായി അവിടെ നിലത്ത് കിടക്കുകയായിരുന്നു. ഒന്നുമില്ല, നിശബ്ദം. വെറുതെ ഇങ്ങനെ കാത്തിരിക്കുന്നു. ഒന്നുമില്ല.
ഒരു ദിവസം ഈ പാറക്കല്ല് പറഞ്ഞു, എടാ മണ്ടൻ ഓടക്കുഴലെ, നിനക്കൊന്നും അറിയില്ലേ? നിനക്കൊരു രൂപവും ഇല്ല, ജ്ഞാനവും ഇല്ല, ഭാരവും ഇല്ല, നീ ഒന്നും പഠിക്കുന്നില്ല, നിനക്കൊരു അറിവും ഇല്ല, നീ ഒന്നും നേടുന്നില്ല, നീ എല്ലാം ഉപേക്ഷിച്ച് ചുമ്മാ കിടക്കുക. ദൈവത്തിന് നിന്നോട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? ദൈവം നിന്നോട് എന്തെങ്കിലും പറയാൻ കഴിയുമോ? കാരണം നിന്നുള്ളിൽ ഒന്നുമില്ലല്ലോ, നീ എല്ലാം വിട്ടേക്കുമല്ലേ. ഒരിക്കൽ ദൈവം അതിലൂടെ വന്നു. ഒരിക്കൽ ദൈവം അതിലൂടെ വന്നു. ദൈവം വന്ന് നിന്നപ്പോൾ കല്ലിനുള്ളിലേക്ക് പ്രവേശിക്കാൻ സ്ഥലമില്ലായിരുന്നു, ഒരിടമില്ലായിരുന്നു. ദൈവം ഓടക്കുഴലിലേക്ക് തിരിഞ്ഞു. പൊള്ളയായതും വിനീതമായതും നിശ്ചലമായതുമായ ഓടക്കുഴലിലൂടെ ദൈവം ഒന്ന് കടന്നുപോയി. ലോകം ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു ഗാനം, ഹൃദയങ്ങളെ സുഖപ്പെടുത്തുന്ന ഒരു രാഗം, നദികളെ ചലിപ്പിക്കുന്ന ഒരു രാഗം, കല്ലിനെ പോലും മയപ്പെടുത്തുന്ന ഒരു രാഗം. പിറ്റേന്ന് രാവിലെ കല്ല് ഓടക്കുഴലിനോട് പറഞ്ഞു, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ശൂന്യമാകാൻ പഠിപ്പിക്കൂ. ഓടക്കുഴൽ കല്ലിനോട് പറഞ്ഞു, നീ അല്ലാത്തതെല്ലാം, യഥാർത്ഥ നീ അല്ലാത്തതെല്ലാം നീ ഉപേക്ഷിക്കൂ. നീ ശൂന്യമാകും, നിന്നിലൂടെയും സംഗീതം പരക്കും. യഥാർത്ഥ നീ അല്ലാത്തതെല്ലാം ഉപേക്ഷിക്കുക, വിട്ടുകളയുക. പുല്ലാങ്കുഴൽ പവിത്രമാകുന്നത് ശക്തമാകാൻ ശ്രമിക്കുന്നതുകൊണ്ടല്ല, അറിവ് നേടാൻ ശ്രമിക്കുന്നതുകൊണ്ടല്ല, അറിവുകൾ ഒരുപാട് വാരിക്കൂട്ടി ഉള്ളിൽ നിറയ്ക്കുന്നതുകൊണ്ടല്ല, ഒരുപാട് പണം ഉണ്ടാക്കുന്നതിലല്ല, ഒന്നുമല്ല, ഒന്നുമില്ലായ്മയാകുന്നതിലൂടെയാണ്. അതോടുകൂടി അതെല്ലാത്തിന്റെയും ശബ്ദമായി മാറും. അതോടുകൂടി അതെല്ലാത്തിന്റെയും, പുല്ലാങ്കുഴൽ എല്ലാത്തിന്റെയും ശബ്ദമായി മാറും. നമ്മുടെ പുരാണങ്ങളിലെല്ലാം ഈ പുല്ലാങ്കുഴൽ സിംബോളിക് ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് അറിയാൻ പാടാത്തോണ്ടാണത്. ഇറ്റ്സ് എ സിമ്പൽ. നിങ്ങൾ ഊതാൻ കഴിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രീ ആയിട്ട് നിൽക്കണം. എന്നാലാണ് മുരളി ഊതാൻ കഴിയുള്ളൂ. നിങ്ങളുടെ ഉള്ളിൽ ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഉണ്ടെങ്കിൽ മുരളി ഊതുമ്പോൾ ഒന്നും കേൾക്കില്ല. മനസ്സിലായോ? ഒന്നും ഉണ്ടാവാൻ പാടില്ല. ലൈഫ് ഓരോ ദിവസവും കണ്ണ് തുറക്കുന്നത്, ഓരോ ദിവസവും നമ്മൾ കണ്ണ് തുറക്കുന്നത് ഒരു താമര വിരിയുന്നത് പോലെയായിരിക്കും നമ്മുടെ കണ്ണ് തുറന്നത്. അത്ര നാച്ചുറലായിട്ട്, ഓട്ടോമാറ്റിക്കലി നിങ്ങൾ എഴുന്നേൽക്കേണ്ട സമയത്ത് തന്നെ. ഇപ്പൊ കുറെ പേര് ഇതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ടാവും. രാവിലെ എഴുന്നേൽക്കാതിരുന്ന ആൾക്കാരൊക്കെ കൃത്യമായിട്ട് ഇങ്ങനെ എഴുന്നേറ്റ് വരുന്നതും, എന്തിന് അലാറം വച്ചിട്ടുണ്ടാവും, പക്ഷെ അതിനു മുമ്പ് തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു 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 കമലദളം വിരിയുന്നത് പോലെ ഇങ്ങനെ കണ്ണ് തുറന്ന് തുറന്നോ, സമയായോ? പവർ, അതാണ് പവർ. ആ പവർ ഇങ്ങനെ കൂടി കൂടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ഈ പറയുന്ന നിങ്ങൾ ഓറ തേടി, നിങ്ങൾ ഈ NLP തേടി, EFT അല്ലെങ്കിൽ നിങ്ങൾ ചക്രം ഉണർത്താനൊന്നും പോണ്ടാന്ന്. എല്ലാം നിങ്ങളാ. അത് കഴിഞ്ഞിട്ടുള്ളൂ ബാക്കിയൊക്കെ. അത് കഴിഞ്ഞുള്ളൂ ബാക്കിയെല്ലാം. നിങ്ങളാണ് സൂപ്പർ പവർ. ഓക്കെ. ആദ്യമായിട്ട് കയറുന്ന ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? ആദ്യമായിട്ട് ഉണ്ടാവും. എല്ലാ ദിവസവും കുറച്ച് പേര് കാണും അല്ലെ? ആദ്യമായിട്ട് കയറുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ യെസ് എന്നൊന്ന് ടൈപ്പ് ചെയ്തിട്ടേ. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡോൺ വറി, ഉണരാൻ വൈകാൻ കുഴപ്പമൊന്നുമില്ല. നമ്മൾ പ്രോസസ് തുടങ്ങാൻ പോണോ.
ഓക്കെ. ആദ്യമായി കേറുന്ന ആൾക്കാരുണ്ട്. നിങ്ങള് ഇതിനകത്ത് നമ്മളൊരു സോൾ അവേക്കനിങ് മൈൻഡ് പവർ പ്രോസസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഓക്കെ. കുറെ ആളുകളുണ്ട്. ഓക്കെ. നിങ്ങള് ഒരു മൈൻഡ് പവർ പ്രോസസ് ആണ്. ഇവിടെ നിങ്ങള് ജസ്റ്റ് വെറുതെ സൈലന്റ് ആയിട്ടിരുന്നാൽ മാത്രം മതി. നമ്മള് കുറഞ്ഞ ഏതാനും നിമിഷം ജസ്റ്റ് ഒന്ന് സൈലന്റ് ആയിട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ ആദ്യമായിട്ട് കേറിയ എല്ലാവരും ഞാനിപ്പോ സംസാരിച്ച സംസാരം കേട്ടാർന്നോ? കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഞാൻ സംസാരിച്ച കാര്യങ്ങൾ കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ യെസ് എന്നൊന്ന് ടൈപ്പ് ചെയ്തിടാവോ? ഇപ്പൊ കേറിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ യെസ്. ഓക്കെ, ഓക്കെ. നിങ്ങൾ ഇപ്പൊ നമ്മുടെ ലാസ്റ്റ് പ്രോസസ്സിലേക്ക് കിടക്കുന്ന ഒരു ടൈമാണ്. നമ്മുടെ മൈൻഡ് അവേക്കണിങ് മൈൻഡ് പവർ പ്രോസസ്സിലേക്ക് കിടക്കുന്ന ഒരു സമയമാണ്. ഓക്കെ. ഇത് 1 മണിക്കൂറായി 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പൊ 6 മണി മുതൽ ഈ സമയം വരെ നമ്മൾ ഇത് എങ്ങനെയാണ് ഈ പ്രോസസ്സിന്റെ ഒരു 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 എങ്ങനെയാണ് ഇത് പോകുന്നത്, എങ്ങനെയാണ് ഇത് എഫക്ട് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ് സംസാരിച്ചത്. നിങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. നിങ്ങൾ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടിരിക്കുക. ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക. ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാതെ ചിന്തകൾ വന്നോട്ടെ. നമ്മൾ കണ്ണടച്ചിരിക്കാൻ പറയുമ്പോ ഒരു സൈലൻസ് ആയിരിക്കും മൊത്തത്തില്. നമ്മൾ സംസാരമൊന്നും ഉണ്ടാവൂല. എന്തേ ഒന്നും മിണ്ടാത്തെ എന്ന് വിചാരിച്ചിട്ട് കണ്ണൊന്നും തുറന്ന് നോക്കണ്ട. ഓക്കെ. ചുമ്മാ കണ്ണടച്ച് അവിടെ ഇരിക്കുക. വേറെ ഒന്നും ചിന്തിക്കേണ്ട. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഇതുവരെ ജീവിതത്തിൽ ഉണ്ടായ സംഭവങ്ങളും എല്ലാം ഒന്നും ഹോൾഡ് ചെയ്യരുത്. സറണ്ടർ, സറണ്ടർ എന്ന് പറയുന്നുണ്ട്. നമ്മളിപ്പോ സറണ്ടർ എന്നാണ് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ സറണ്ടർ ചെയ്യുക തന്നെ. സറണ്ടർ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് പോലീസുകാർ സറണ്ടർ ചെയ്യിക്കുന്ന സറണ്ടർ അല്ല. നമ്മള് അല്ലെങ്കിൽ എവിടെയെങ്കിലും കീഴടങ്ങുന്നതല്ല. സറണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും വികാരങ്ങളെയും ഒക്കെ നമ്മൾ ഒന്ന് പുറത്തേട്ട് വയ്ക്കുക. എല്ലാത്തിനെയും ഒന്ന് പുറത്ത് ഈ പ്രപഞ്ചത്തിലേട്ട് യൂണിവേഴ്സിലേട്ട് സൃഷ്ടാവിലേട്ട് ഒന്ന് വയ്ക്കുക. എന്നിട്ട് വളരെ കൂളായിട്ടൊന്ന് ഇരിക്കുക. ബാക്കി നടക്കേണ്ട കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ നടന്നോളും. നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കാനോ എന്തെങ്കിലും പ്രാർത്ഥിക്കാനോ എന്തെങ്കിലും പറയാനോ ഒന്നും പോണണ്ട. മുദ്രകളൊന്നും പിടിക്കണ്ട. ഒരു മുദ്രയും പിടിക്കണ്ട. കൈകൾ വളരെ ഫ്രീ ആക്കി മലർത്തി കാൽമുട്ടിന് മുകളിൽ വയ്ക്കുക. എല്ലാവരും വയ്ക്കുക കേട്ടോ.